ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു പ്രമേയ സീട്രി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈസ്റ്റും സോഡാപ്പൊടിയും ഒന്നും ചേർക്കാണ്ട് പഴം വെച്ച് ചെയ്തെടുക്കുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നാച്ചുറലായിട്ട് നമ്മൾ പഴം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് 2-3 ദിവസം നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാലും ഈ മാവിന് ഒരു പുളിപ്പും ഉണ്ടാവില്ല. നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ മാവ് ഇരിക്കും. അപ്പോൾ വൈകിക്കേണ്ട, നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരി ഞാൻ 2 മണിക്കൂർ കുതിർത്തിയിട്ട് വെച്ചിട്ടേക്കുന്നതാണ്. അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിർത്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അരിയെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് ഊറ്റി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതിലോട്ടൊരു 1/4 കപ്പോളം തേങ്ങ ചിരകിയതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 1/4 കപ്പ് ചോറാണ്. ഇപ്പോൾ കുത്തരിയാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് റൈസ് ആണെങ്കിലും കുഴപ്പമില്ല. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 കപ്പ് അവൽ വേണമെങ്കിലും എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ചോറ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പഴം ചേർക്കുന്നത്. അപ്പോൾ റോബസ്റ്റ പഴം, ഇതുപോലുള്ള നമ്മുടെ പച്ച നിറത്തിലുള്ള പഴം ഉണ്ടല്ലോ റോബസ്റ്റ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു അളവിന് നമുക്ക് ഒരു വലിയ റോബസ്റ്റ പഴമാണ് ആവശ്യമായിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഏകദേശം ഒരു ചെറിയ പഴമാണ്. അതുകൊണ്ട് ഞാനൊരു 1.5 പഴം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലുതാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പഴം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണേ. ഈ ഒരു സൈസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് തേങ്ങാവെള്ളമാണ്. അപ്പോൾ ഞാൻ 1/2 കപ്പോളം തേങ്ങാവെള്ളം ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഫൈനായിട്ട് ഒട്ടും തരിയില്ലാണ്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഫൈനായിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. പിന്നെ നിങ്ങൾ അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല പഴുത്തിട്ടുള്ള റോബസ്റ്റ പഴം വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ അപ്പം നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇപ്പം ഞാനിത് ഒരു ബൗളിലോട്ട് മാറ്റുക കേട്ടോ. ഇതിപ്പം നല്ല ടൈറ്റായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 1/2 കപ്പ് നമ്മൾ തേങ്ങാ വെള്ളവും 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ മാവ് കുറച്ച് ടൈറ്റാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഒരു 1.25 കപ്പ് വെള്ളത്തോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാവ് ഒരുപാട് ടൈറ്റ് ആവരുത്. ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഈസ്റ്റൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് മാവ് ഈ ഒരു പാകത്തിനായി തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് ടൈറ്റും ആവരുത്, ലൂസും ആവരുത്. എന്നാലേ മാവ് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റാം. അപ്പോൾ ഏകദേശം ഒരു 12 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റണം. അപ്പോൾ മാത്രമേ നന്നായിട്ടിത് പൊങ്ങി വരുള്ളൂ. ഇതിപ്പോൾ ഇതുവരെ രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ മാവ് എന്തായെന്ന് നോക്കാം. മാവ് ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈസ്റ്റൊക്കെ ഇടുന്ന പോലെ അങ്ങനെ പതഞ്ഞ് പൊങ്ങിയൊന്നും വരില്ല. ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചെറിയ ചെറിയ ബബിൾസൊക്കെ അവിടെ ഇവിടെ ആയിട്ട് വന്നിട്ടുള്ളത്. മാവ് ഒരുപാട് ഇതുപോലെ പതഞ്ഞ് വന്നില്ലെങ്കിലും നമ്മൾ അപ്പം ചുടുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വന്നോളും. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്, വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മുടെ ഇത് ചേർക്കുമ്പോൾ നമ്മുടെ അപ്പത്തിന് നല്ല സോഫ്റ്റും നല്ലൊരു മയവും ഒക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഒരു സ്പൂണോളം, ചെറിയൊരു സ്പൂണിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. മിക്സ് ചെയ്ത് നന്നായിട്ട് കൊടുക്കാം. 10 മിനിറ്റ് കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളത് ചുട്ടെടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റോളം ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മാവ് കണ്ടില്ലേ, കുറച്ചുകൂടി നന്നായിട്ടൊന്ന് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇതിപ്പോൾ ഞാൻ ദോശത്തവയാണ് വെച്ചിട്ടുള്ളത്. അപ്പച്ചട്ടിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ 2 രീതിയിലും ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം മാവ് ഒഴിക്കുന്നുണ്ട്. വളരെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ പരത്തി കൊടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ചെറിയ ചെറിയ ഹോളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമ്മുടെ അപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. അതൊക്കെ വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ അപ്പം റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടാവും നമ്മൾ പഴം ചേർക്കുന്നതുകൊണ്ട്. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ ഈസ്റ്റും സോഡാപ്പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന അപ്പത്തിനേക്കാളും നല്ലൊരു മണം ഇതിനുണ്ടാവും. അതുപോലെ നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം വരെ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ അപ്പച്ചട്ടിയിലും കൂടി ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അപ്പത്തിനേക്കാളും വളരെ പെട്ടെന്ന് ഇതായി കിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അപ്പമെല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. പിന്നെ നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്ന പോലെ നല്ല വൈറ്റ് നിറത്തിൽ കിട്ടില്ല, കാരണം നമ്മൾ പഴം ചേർക്കുന്നതാണ്. ആ ഒരു പ്രശ്നം മാത്രമേ ഇതിനകത്തുള്ളൂ. പക്ഷെ നോക്കിക്കോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.